നമസ്കാരം. ജോർജ് കുര്യൻ്റെ അപ്രതീക്ഷിത മന്ത്രിസ്ഥാനം, അതുപോലെ BJP സംഘടനയിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമോ? എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൽ BJPക്കൊരു അധ്യക്ഷൻ വേണം പുതുതായി. കാരണം JP നദ്ദ മന്ത്രിസഭയിലേക്ക് പോയി. അതുപോലെ കേരളത്തിൽ ഇനിയും ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുമോ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ സജീവമാകാനാണ് BJPയുടെ നീക്കം. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളായിരിക്കും BJPയുടെ ആദ്യത്തെ രാഷ്ട്രീയ ലാബ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് BJP ലക്ഷ്യമിടുന്നത്. അടുത്തയാഴ്ച BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സംഘടനാ തലത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യന് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് സുരേന്ദ്രൻ തുടരുമെന്ന് കണക്ക് കൂട്ടലിലാണ് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം. ഒരു MPയെയും 20%-ലധികം വോട്ട് നേടിക്കൊടുക്കാത്ത K. സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ തുടരാൻ പാർട്ടി നേതൃത്വം സമ്മതം മൂളുമെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് JP നദ്ദ മാറുന്നതിന് പിന്നാലെ സംസ്ഥാന തലത്തിലും അഴിച്ചുപണി ഉണ്ടായേക്കും. ദേശീയ തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുന്നോ അതനുസരിച്ചാകും സംസ്ഥാന തലത്തിലും തീരുമാനം. V. മുരളീധരൻ BJP ദേശീയ തലത്തിലേക്ക് മാറുമെന്നും സൂചനയുണ്ട്. ആന്ധ്രാപ്രദേശിലെ പ്രഭാരിയായിരുന്നു V. മുരളീധരൻ. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുരളീധരൻ പ്രതികരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കാനും മുരളീധരന് താൽപ്പര്യമുണ്ട്. 2016 കഴക്കൂട്ടത്ത് മത്സരിച്ച മുരളീധരൻ മികച്ച പ്രകടനം നടത്തിയിരുന്നു. കേരളത്തിൽ നേതൃമാറ്റം ഉണ്ടായാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയോ MT രമേശിനെയോ പരിഗണിച്ചേക്കും. V. മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്താനും സാധ്യതയുണ്ട്. ഇവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കാൻ കഴിയാതെ വന്നാൽ ദേശീയ തലത്തിൽ മികച്ച പദവികൾ നൽകും. BJPയുടെ C ക്ലാസ് മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ മത്സരിച്ച് A ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിൻ്റെ പ്രിയങ്കരിയാക്കിയിട്ടുണ്ട്. നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെയും A ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭയായിരുന്നു. K. സുരേന്ദ്രൻ അധ്യക്ഷനാകുന്ന സമയത്ത് PK കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ച പേരായിരുന്നു MT രമേശിൻ്റേത്.